ഞാൻ ഖുറാനിലേക്ക് ഒരു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞു. നോക്ക് ആകാശവും ഭൂമിയും മോന്, എന്നിട്ട് ഏതാ പ്രകാശം എന്നൊക്കെ നോക്ക്. ആകാശം കാണാണ്ട് ഭൂമി കാണാണ്ട് അതിലെ പ്രകാശം ഏതാ? അതില് വെള്ള അതിൽ പ്രകാശം നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. അള്ള വളരെ സിമ്പിൾ ആയിട്ട് നമ്മളോട് പറഞ്ഞത് ആകാശ ഭൂമിയുടെ പ്രകാശമാണ്. അത് 100 സമാവാക്യം എല്ലാവരും ശരിയാ. പിന്നെ അപ്പൊ ചിന്തിച്ചാൽ കിട്ടൂല. ആകാശം കാണുന്ന ഭൂമിയും കണ്ടു, അതിലുള്ള പ്രകാശം അതിലെ പ്രകാശത്തെ നോക്കുമോനെ കാണാം. അപ്പൊ കാണിച്ചു തരാം. കണ്ടുകള് ഇനി പ്രകാശം കണ്ടാ മതി. നോക്ക് കാണിച്ചു തരാം. സൂക്ഷിച്ച് നോക്ക്, ആലോചിച്ചിട്ട് നോക്ക്. ഇപ്പതാ മണി എത്ര? 12 മണിയായി. ഈ സമയം ആ പ്രകാശത്തെ കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ണുകൂട്ടനാണ്, അന്ധകാരത്തിലാണ്. നിങ്ങൾക്ക് കാഴ്ച നൽകല എന്റെ പണി. നട്ടുച്ച നേരത്തിൽ നട്ടുച്ച നേരത്തും നിങ്ങൾ അന്ധകാരത്തിലാണ്. ആ ലിഖ നിങ്ങൾക്ക് കാണിച്ചു തരലാണ് എന്റെ പണി. ഇതാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഷേഖന്മാരും വലികളും ഷേഖന്മാരും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. നട്ടുച്ച നേരത്ത് ആ ലിഖ കാട്ടിക്കൊണ്ടല്ല. അതാണ് നിങ്ങൾ ഇവിടെ വന്നപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ലിഖ ഇപ്പൊ കാണിക്കാം. അത് നോക്ക്. ആകാശഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിനെ നോക്ക്. എന്നിട്ട് നോക്ക്. അവിടെ മുറ്റത്ത് വേണം ഇറങ്ങിപ്പോയി നിന്നോ. ഇല്ല, മുറ്റത്ത് പോയി നിൽക്കും. മൂസാ നബിക്ക് കാണിച്ചു കൊടുത്താ. കാണിച്ചു മോനെ, ഒന്ന് കാണിച്ചു കൊടു. കൂട്ടിക്കൊണ്ടുവന്നു ഒന്ന് പോയി നോക്ക്. അത് കാണിച്ചു കൊടു. നോക്കിയട്ടെ ആകാശഭൂമികളുടെ പ്രകാശത്തെ. ഏതാണ്? അല്ല, നോക്കട്ടെ മൂപ്പര്, ഏതാ ആകാശഭൂമികളുടെ പ്രകാശം? ഏതാ മോനെ ആകാശങ്ങളും ഭൂമി കണ്ടില്ലേ? എന്നിട്ട് നിങ്ങൾ ആ പ്രകാശത്തെ കാണുന്നില്ലേ? എടാ, ആ വെയിലത്ത് ഇങ്ങോട്ട് തിരിച്ചു നിർത്ത്. മോനെ ഒന്ന് നോക്ക് മേലോട്ട്. തലവേദന ഒന്ന് കണ്ടാലേ. എവിടുന്നാ പ്രകാശം വരുന്നത്? പ്രകാശം ഏതാ? പ്രകാശം എല്ലായിടത്തും ഉണ്ട്. ഷോ, എവിടുന്നാണ് എല്ലായിടത്തേക്കും വരുന്നത്? മേലെന്നാണ്. അതേതാ അതിന്റെ ഉറവിടം? ഉറവിടം ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുള്ളൂ. എവിടുന്നാണ് പ്രകാശം വരുന്നത്? പ്രകാശം വരുന്നത് മേലെന്നാണ്. കുറച്ചും കൂട്ടി ആകാശം നല്ല വരുന്നത്. തലവേദന അത് സൂര്യനിൽ നിന്നാണ്. സൂര്യന്റെ വിളിച്ചോ. സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ ഇരുട്ടായില്ലേ? നീ ഇങ്ങോട്ട് പോയി. പിന്നെ ഏതാണ് ആകാശം പോയ പ്രകാശം? സൂര്യൻ ഇല്ലെങ്കിലോ ഇരുട്ടായില്ലേ? അപ്പൊ ആകാശഭൂമികളിലെ പ്രകാശം ഏതാ? ആകാശഭൂമികളിലെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പകലാണെങ്കിൽ നമുക്ക് സൂര്യന്റെ വെളിച്ചമാണ് കാണുന്നത്. രാത്രിയാണെങ്കിൽ ചന്ദ്രൻ കാണും. സൂര്യൻ ചന്ദ്രൻ രണ്ട്. അപ്പോ ആകാശഭൂമികളിലെ പ്രകാശം ഇപ്പൊ ഏതാണ്? ഇപ്പൊ നിങ്ങൾ കണ്ടത് പറഞ്ഞു. ഇപ്പൊ വെളിച്ചം കാണുന്നത് സൂര്യനിൽ നിന്നുള്ള വെളിച്ചം. അത് ആകാശഭൂമികളിലെ പ്രകാശം അല്ലേ ഇപ്പൊ? അത് അള്ളാഹു എന്നാ പറഞ്ഞത്. ആര് പറഞ്ഞ? അതാണ് നൂറുള്ള നൂറ് എന്ന് പറഞ്ഞ പ്രകാശമല്ലേ? പ്രകാശം അള്ളാഹു ആണെന്ന് വളരെ സിമ്പിളാക്കി പറഞ്ഞു കാണിച്ചു തരുന്ന മനസ്സിലായി. 100 സമാവത്തിൽ 100 അള്ളാഹു സൂര്യനിൽ നിന്നാണ് കാണുന്നത്. അത് അള്ളാഹു എന്ന് പറഞ്ഞു. പക്ഷെ ഇത് എല്ലാവരോടും പറയാൻ പറ്റില്ല, ആരും ഉൾക്കൊള്ളില്ല. സത്യമാണോ? നിങ്ങൾ ആരോ പറയാനുള്ള വിഷയം. ഉൾക്കൊള്ളാൻ പറ്റാത്തത്. മൂസ ചോദിച്ച എനിക്ക് അള്ളാഹു എന്നെ കാണുമെന്ന്. അള്ളാഹു പറഞ്ഞ് കാണാൻ കഴിയില്ല മൂസേനെ. കാരണം നിങ്ങളെ പോലെയാണ്. മുന്നിൽ തലക്ക് അസഖ്യമായിട്ട് നിങ്ങൾ സഹിച്ചും കൊണ്ട് നിന്നിട്ട് തന്നെ അത് വേറെന്തോ എന്ന് പറഞ്ഞ നടക്കുകയാണ്.
പറ്റില്ല. അതുകൊണ്ടാ. അപ്പൊ ഖുർആൻ പറയും ഒരു മിനിറ്റ് പോലും നോക്കാൻ പറ്റില്ല. കണ്ണു കഴിഞ്ഞിട്ട് അതെ, അതിശക്തമായ സാധനമാണ് അല്ലേ? ഉം. എന്നിട്ട് നിങ്ങൾ കാണുന്നില്ല അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണുമുട്ടണല്ലേ? അന്ധകാരത്തിലല്ലേ? അത് അന്ധകാരത്തിലാണ്, അജ്ഞതയില കൂരിരുൾപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ കാണാൻ കഴിയാത്തത് അല്ലേ? പറഞ്ഞ ഇൽമാണ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതും. ഇതാണ് ഹക്കീക്കത്ത്, യാഥാർത്ഥ്യം. ശരീഅത്ത്, തരീഖത്ത്, ഹക്കീക്കത്ത്, മാരിഫത്ത് അല്ലേ? ഹക്ക് എന്ന് പറയുമ്പോ എന്താ? യാഥാർത്ഥ്യം. പിന്നെ അഞ്ചാമത്തേത് അതാവല ശരീഅത്ത്, തരീഖത്ത്, ഹക്കീക്കത്ത്, മാരിഫത്ത് കഴിഞ്ഞാല് അങ്ങനെ അനുഭവം മരിഫത്ത് എന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, അതായി തീർണം. അള്ളാഹുവിനെ അറിയോ? അപ്പൊ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നവർക്ക് യാഥാർത്ഥ്യം അറിയോ? അള്ളാഹു ഇവിടെ കാണിക്കുക മാത്രമല്ല, എന്നെ അതിൽ കൊണ്ട് എത്തിച്ച് ഞാൻ എന്നെ അതാക്കി. ഞാനാണ് റസൂല പറഞ്ഞ പോലെ അനമീനൂരില്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ പ്രകാശമാണ്. ഞാനാ കുറേക്ക് മനസ്സിലായി. ഞാൻ അതിന് മുന്നേ കേട്ടത് കൊണ്ട് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് എല്ലാ വ്യക്തികൾക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല പെട്ടെന്ന്. ഇത് പടിപ്പടിയായി പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ ആ പ്രകാശത്തെ സ്പർശിക്കൂല. സ്പർശിക്കാൻ പുസ്തകം പറഞ്ഞത്. കാരണം അതിന് മുന്നേ കേട്ടത് കൊണ്ട് ഞാൻ സാറിന് പറഞ്ഞു ഇപ്പോൾ മുർഷിദുണ്ട്, ഉണ്ടായിരുന്നു, അസുഖമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വാക്യം കേട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇപ്പൊ അത് മനസ്സിലാവുന്നുണ്ട് കുറച്ച്. ഇത് തീരെ ആകാത്തവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. അല്ല, ഇപ്പൊ എത്ര പണിയെടുത്തപ്പോ നിങ്ങൾക്ക് ആ പ്രകാശത്തെ ഒന്ന് കാണിച്ചു തരാൻ. ശരിയാണ്. ഇതാണ് മൂസാ നബിക്കും പറ്റി. മൂസാ നബി അള്ളാഹുവിനെ കാണുമെന്ന് പറഞ്ഞാൽ കാണാൻ കഴിയില്ല. മൂസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് നിങ്ങൾ തന്നെ മൂസ, വേറെ ഒരു മൂസ അല്ല. ആ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ്, അല്ല നിന്റെ ഹൃദയത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി ഒന്ന് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൂരിശിനാമലിന്റെ മുകളിൽ വന്നു. നിങ്ങളിപ്പോ അവിടെ കൊണ്ടുപോയി നിർത്തിയില്ലേ കാണിച്ചു തരാൻ? എന്ന പോലെ തൂരിശിനാമലിന്റെ മുകളിൽ ചെന്ന് മൂസാക്ക് അള്ളാഹുവിന്റെ തിരുമുഖമാണത്. ഇപ്പൊ കണ്ടെന്താ? മുഴുവൻ കാണാൻ പറ്റില്ല. തലയിട്ട് വീണു മൂസ അല്ലേ? ഇല്ല, അത് ഇവര് പണ്ഡിതന്മാര് പൊട്ടന്മാര് പറഞ്ഞതാ. നിങ്ങൾ തലറ്റി വന്നോ? വീണോ? ഞാൻ വീണില്ല. ആ, ഉൾക്കൊള്ളാൻ പറ്റിയോ? അപ്പോ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അത് അള്ളാഹു ആണ്, സ്വീകരിക്കാൻ കഴിഞ്ഞില്ല മൂസക്ക്. അതാണ് ബോധം ഇതായില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കും ഇത് സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ബാബന്റെ ഈ വീഡിയോ കുറെ കണ്ടത് കൊണ്ട് അതിൽ പറഞ്ഞത് ഇപ്പോഴാണ് നിങ്ങൾ ഓർക്കണത്. നിങ്ങൾ എങ്ങനെ നോക്കിയിട്ടും കാണുന്നില്ല. ഇപ്പൊ കൊണ്ടുപോയി അതിനെ ദൃഢമാക്കി കണ്ട കുട്ടികൾ കാണിച്ചു തന്നെ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല മൂസക്ക്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. നോക്കുന്നവർക്ക് ഞാൻ അതിനെ അലങ്കൃതമാക്കി. എന്നിട്ട് മൂസനോ പറഞ്ഞ്, ഇനി 2 ബഹർ സ്വരുമിക്കുന്ന സ്ഥലത്ത് എത്തിയാൽ ഹില്ലറിനെ കാണാനുള്ളത് അല്ലേ? മൂസക്ക് ഇത് സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ മൂസക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞോ? അതെ, അല്ല ഇവിടെ പറഞ്ഞേക്കാൻ ഇവിടെ അല്ലാതെ വേറെ ഇവിടെ ഉള്ളത്. ആ മറ്റേ ഹില്ലറി ഇവിടെ തന്നെ ഉള്ളത്. എന്താ 2 ബഹർ എന്ന് പറയാ? 2 കടല് ഏതാന്ന് പറയാ? ഖുറാനിൽ പറഞ്ഞ, ഖുറാനിലെല്ലാം ഉദാഹരണങ്ങള് ഉപമകളാ പറയുന്നത്. അതിന് നിങ്ങൾ കടലും ചെന്നാൽ കാണൂല, തെരഞ്ഞു ചെന്നാൽ കാണൂല. 2 കടൽ ബഹർ എന്ന് പറഞ്ഞാൽ ദുനിയാവും ആഖിറും എന്ന 2 ബഹർ ഒന്നായിരിക്കുന്ന സ്ഥാനമാണ്. ദുനിയാവും ആഖിറും ഇല്ല, അത് ഒന്നാണ്, വേറെ അല്ല, 2 അല്ല. ദുനിയാവും ആഖിറും 2 അല്ല, ഒന്നാണ്. ഇല്ല എന്നല്ല, ഉണ്ട്. അത് 2 അല്ല, ഒന്നാണ്. അതാണ് ഇവിടെ. ഹില്ലറാണ് ഞാൻ, ആ മുഹമ്മദാണ് ഞാൻ. ആ കൃഷ്ണനും രാമനും ബുദ്ധനും മുഹീദ്ദീനും മുഹമ്മദ് കബീറും അജ്മീർ കാജിയും എല്ലാം ഒന്നായി ചേർന്നവനാണ് ഞാൻ. അതെ, നിങ്ങള് രാമനെ കുറിച്ചോ കൃഷ്ണനെ കുറിച്ചോ യേശുവിനെ കുറിച്ചോ മുഹമ്മദിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗുരുനാനക്കോ ബുദ്ധനോ ആരെ വേണമെങ്കിലും ഇവിടുന്ന് കാണാം. എല്ലാവരും ഞാൻ തന്നെയായിരുന്നു അവരിലൂടെ എല്ലാം പ്രകാശിച്ചു കൊണ്ടിരുന്നത്. ആ, ചോദിച്ചോ. ഹിന്ദു മതത്തില് അവര് ശ്രീകൃഷ്ണനെ പലരും ആരാധിക്കുന്നുണ്ട്. കൃഷ്ണനും രാമനെയും. അപ്പൊ അവർക്ക് ഈ അറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെ
പഠിക്കാൻ ആരും കിട്ടിയില്ല. നിങ്ങൾ തീരെ ഒന്നും അറിയാത്ത അല്ല, ഈ ആളുകളാണ്. സംശയം ചോദിക്കുകയാണ്. അതെ. എനിക്ക് സംശയം വരികയാണ്. ചോദിച്ചോ, അപ്പോഴല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. വീഡിയോയിൽ ആളുകൾ കേൾക്കാനും അള്ളാഹു കഴിയും. എന്താണ്, ഈശ്വരൻ എവിടെ അങ്ങനെ. മോനെ, ആ. ഞാൻ എല്ലാം വിടാം. ഉം. ഞാൻ എങ്ങനെ ഈ ദൈവദർശനം കിട്ടി ദൈവികമായി ഇതെല്ലാം കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് ഇവിടെ വന്നിരിക്കുന്നു എന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ഉം. ഞാൻ ദൈവത്തെ എല്ലാവരും ഗുരു എന്ന് പറയും. ഞാൻ ചെന്ന് കണ്ട് ഞാൻ അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന ഞാൻ എന്താ ബോധമില്ലാതായി. പിന്നെ ഞാൻ ഭാര്യ, മാതാപിതാവ്, ഭാര്യ, കുട്ടികൾ, എൻ്റെ പണം, ബിസിനസ് ഒന്നുമില്ല, ഞാനും ഇല്ല എന്ന തലത്തിലേക്ക് എന്നെ കൊണ്ടുപോയി മഫാക്കി. അങ്ങനെ എന്നെ ആ പ്രകാശം കാണിച്ചു തന്ന പ്രകാശം നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തന്ന പോലെ പ്രകാശത്തിൽ കൊണ്ട് എത്തിച്ച് ഞാൻ പ്രകാശമായി. ആകാശഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവായി. അതാ റസൂല പറഞ്ഞ അനമീൻ നൂരില്ലാഹി, ഞാൻ അള്ളാഹുവിൻ്റെ നൂറാണെന്ന് റസൂല. കുല്ലശയും മിന്നൂർ, എല്ലാ വസ്തുക്കളും ആ നൂറിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്ന്. എന്ന പോലെ ഞാനും ആ പ്രകാശമായിരുന്നു. ഞാൻ ഇപ്പോഴും വീഡിയോയിൽ കാട്ടിക്കൊണ്ടേയിരിക്കുന്നു. ആര് കാണിച്ചു ഇതുപോലെ? ആ പ്രകാശമാണ് ഞാൻ. ഇങ്ങനെ ആര് കാണിച്ചു? പലവരും മറിഞ്ഞ് സമാധിയായി കഴിഞ്ഞാൽ ബേക്കിൽ ഒരു പ്രകാശത്തെ കാണിക്കും. ഞാൻ ബേക്കിലല്ല, മുമ്പിലും എൻ്റെ മസ്തിഷ്കമാണ്, മനസ്സാണ് ഈ പ്രകാശം. ആ ആകാശഭൂമികൾ പ്രകാശമാണ് ഞാൻ, ജ്യോതിയാണ് ഞാൻ. അതിനെയാണ് ഉപനിഷത്ത് പറഞ്ഞ ജ്യോതി, ഓംകാരം ഞാനാണ്. ആർക്കിങ്ങനെ പറയാനും കാണിക്കാനും കഴിയും? അവനാണല്ല, അവനാണ് ഈശ്വരൻ. ആ കൃഷ്ണനും രാമനും ബുദ്ധനും ഈ പ്രകാശ ജ്യോതിയായ ഞാൻ തന്നെയായിരുന്നു. ഇപ്പോ ഈ മറഞ്ഞ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നു. ഞാൻ മറിഞ്ഞ കാര്യമല്ല പറഞ്ഞത്, ഞാൻ മുമ്പിലുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഈ വക വിഷയങ്ങൾ എല്ലാവർക്കും അറിയില്ലല്ലോ. ഇല്ല, നിങ്ങളിൽ മറഞ്ഞ കാര്യമായിരുന്നു. അതാണ് ഖുർആനിൽ മൊത്തം ലോകത്തിന് അറിയിക്കാനത്. ഇത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയില്ല. അത് ഉൾക്കൊള്ളണമെങ്കിൽ ഒന്നുകിൽ ഒരുപാട് ക്ലാസ്സിൽ വരണം. ദിവസങ്ങളോടോ അല്ലെങ്കിൽ മാസങ്ങളോടോ ഉണ്ടെങ്കിലേ ഇതിന്റെ കുറച്ചെങ്കിലും അയച്ചു കൊടുക്കുള്ളൂ ചില പുസ്തകങ്ങൾ. പുസ്തകം ഇപ്പൊ തന്നെ ഓപ്പണായിട്ട് പറയുന്നു. ഇല്ല 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 മോനെ, യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ടിരിക്കുക, അറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അതാണ് ആയിക്കൊണ്ടിരിക്കുന്നവൻ. അത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. യാഥാർത്ഥ്യത്തെ അറിഞ്ഞാൽ പുറപ്പുറത്ത് കയറി നിന്നിട്ട് വിളിച്ചു പറയും. കാരണം ജനിച്ച് 65 വയസ്സായി, എനിക്ക് 65 വയസ്സായി ഞാനിത് കേൾക്കാതെ കേൾക്കുമ്പോ എന്തൊക്കെ പറയാൻ. അല്ലാതെ 65 വയസ്സായി എനിക്ക് ഇത് കേൾക്കുമ്പോ ഞാനിത് കേട്ടത് കൊണ്ട് എനിക്ക് ഇതിൽ അത്ഭുതമല്ല. അല്ലാത്തവർ കേൾക്കുമ്പോ എന്തൊക്കെ ഇഷ്ടമായി പറയണത് എന്തല്ല ഇയാൾ പറയുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് അറിയിക്കും. ചിലർക്ക് അതിന്റെ ഏൽക്കില്ല. അപ്പൊ അതിന് സമയം പിടിക്കും. മെല്ലെ 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 ആയിട്ട് പറയിച്ചു. അതാണ് മൂസാന്റെ കഥയ്ക്ക് ഖുർആൻ പറഞ്ഞത്. മൂസാ നബിക്ക് ആ പ്രകാശത്തെ കാണി അള്ളാഹുവിന്റെ തിരുമുഖം മൈരിബത്തിന്റെ എല്ലാം പറഞ്ഞത്. ശരീരത്തും തെരീക്കത്തും ഹക്കീക്കത്തും കഴിഞ്ഞിട്ട് വേണം മൈരിബത്ത്. അതാണ് ഇപ്പൊ പെട്ടെന്ന് ഈ ഓട്ടം അങ്ങനെ എനിക്കിത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് കുറേശ്ശെ. ഞാൻ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഞാനിപ്പോ ശിശുവാണ്. അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടി എത്ര പാട് വിട്ടു നമ്മള്. ഉദ്ദേശിക്കുന്നവരെ അവൻ ആ പ്രകാശത്തിലേക്ക് മാർഗദർശനം. ഏതല്ല ഈ അള്ളാഹ് ഉദ്ദേശിച്ചവര്. ഞാൻ അള്ളാഹുവാണ്, ഞാൻ ഈശ്വരനാണ്, ഞാൻ ദൈവമാണ്, ഈ പ്രപഞ്ചനാഥനാണ്. ഞാൻ മാത്രമല്ല, ആ കൃഷ്ണനും രാമനും ബുദ്ധനും യേശുവും ദൈവികമായവരെല്ലാവരും എന്നെപ്പോലെ ദൈവികമായി തീർന്നവരാണ്. നിങ്ങളും അത് തന്നെ. പക്ഷെ നിങ്ങള് പറഞ്ഞ വചനങ്ങളുടെ വാക്കുകൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് കുറച്ച്. പക്ഷെ അത് തീരെ കേൾക്കാത്ത ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എന്താണ് ഈ പറയണത്? എന്തൊക്കെ ഞാൻ ഈശ്വരനാണെന്നാ, ഞാൻ അള്ളാഹുവാണെന്ന്, എന്തൊക്കെ ഇത് എന്നങ്ങനെ ചിന്തിക്കും ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് മനസ്സിലാക്കണം. ഇത് മെല്ലെ മെല്ലെ മെല്ലായിട്ട് ഇതിങ്ങനെ ശിക്ഷ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ല, സൂര്യൻ മെല്ലെ മെല്ലെ മെല്ലാണ് കൊടുക്കുന്നത്. നിങ്ങൾ മാറിപ്പോയിക്കോളൂ. അതിന് മുന്നേ ഒന്നും സഹിക്കാൻ പറ്റില്ലെങ്കിൽ.